ആരോഗ്യം അമൂല്യം. ഹെർണിയ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജിലെ ജനറൽ സർജൻ ഡോക്ടർ അക്ഷയ് വിശ്വനാഥ് UV. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു അവയവം പേശീഭിത്തിയുടെ ബലക്കുറവ് മൂലമോ വയറ്റിനകത്തുള്ള അമിതമായ സമ്മർദ്ദം മൂലമോ പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥയാണ് ഹെർണിയ. ഏതു പ്രായത്തിലുള്ളവരിലും ഹെർണിയ ഉണ്ടാവാം. വളരെ ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന കുടലിറക്കത്തെ കഞ്ചനൈറ്റൽ ഹെർണിയ എന്ന് പറയുന്നു. ഗർഭസ്ഥ ശിശുവിൽ വൃഷണം കിഡ്നിയുടെ അടുത്താണ് ഉണ്ടാവുക. കുട്ടി ജനിക്കുമ്പോഴേക്കും ഇത് വളർന്ന് താഴോട്ടേക്ക് വന്ന് വൃഷണസഞ്ചിയിൽ എത്തിച്ചേരുന്നു. ആ ട്രാക്ക് തനിയെ സാധാരണഗതിയിൽ അടഞ്ഞു പോകുന്നതാണ്. എന്നാൽ ഈ ട്രാക്ക് അടഞ്ഞു പോകാതിരിക്കുമ്പോൾ അതിലൂടെ കുട്ടികളിൽ ഹെർണിയ ഉണ്ടാകുന്നു. മുതിർന്നവരിൽ വയറ്റിനകത്തുണ്ടാകുന്ന അമിതമായ സമ്മർദ്ദം മൂലം ഹെർണിയ ഉണ്ടാവാറുണ്ട്. പുകവലിയുള്ള ആളുകളിലും ബ്രോങ്കൈറ്റിസ് പോലുള്ള അസുഖമുള്ളവരിലും ഉണ്ടാകുന്ന ചുമ വയറ്റിനകത്തുള്ള പ്രഷർ കൂടുവാനും അതുവഴി ഹെർണിയ ഉണ്ടാകുവാനും കാരണമാകുന്നു. സ്ഥിരമായ മലബന്ധമുള്ളവരിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം മൂലമോ അല്ലാത്ത മറ്റു അസുഖങ്ങൾ മൂലമോ മൂത്രതടസ്സമുള്ളവരിലും വയറ്റിൽ നിന്ന് പോകുവാനോ മൂത്രമൊഴിക്കുമ്പോഴോ ഉണ്ടാകുന്ന അമിതമായ സ്ട്രെയിനിങ് വയറ്റിലെ പ്രഷർ കൂടുവാനും ഹെർണിയ ഉണ്ടാകുവാനും കാരണമാകുന്നു. ഗർഭിണികളായ സ്ത്രീകളിലും വയറ്റിനകത്ത് എന്തെങ്കിലും മുഴകളുള്ളവരിലും ലിവർ സിറോസിസ് പോലുള്ള അസുഖങ്ങളുള്ളവരിലും വയറ്റിനകത്തുള്ള പ്രഷർ കൂടുന്നതിന് മൂലം പൊക്കിൾ ഹെർണിയ ഉണ്ടാകുന്നതായി കാണാറുണ്ട്. വയറിൻ്റെ പേശികളുടെ ബലക്കുറവ് ഹെർണിയയുടെ മറ്റൊരു പ്രധാന കാരണമാകുന്നു. പ്രായമായവരിലാണ് ഇത്തരത്തിലുള്ള ഹെർണിയകൾ സാധാരണഗതിയായി കണ്ടുവരാറ്. ചെറിയ വേദനയോ അസ്വസ്ഥതയോ ആയാണ് ഹെർണിയ തുടങ്ങുക. പിന്നീട് ഈ കുടലിറക്കം കൂടുതലായി തള്ളി വരുമ്പോൾ അതൊരു വീക്കമായി രോഗികൾ ശ്രദ്ധിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീക്കം അഥവാ തടിപ്പ് വലുതാവുകയും കിടക്കുമ്പോൾ വീക്കം ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹെർണിയ ആണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇൻഗ്വിനൽ റീജിയൻ അഥവാ അടിവയറ്റിൻ്റെ തുടയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തോ പൊക്കിളിന് സമീപമായാണ് ഹെർണിയ സാധാരണയായി ഉണ്ടാവാറ്. ഹെർണിയ ചികിത്സിക്കാതെ വെച്ചിരുന്നാൽ പല കോംപ്ലിക്കേഷനുകളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പുറത്തേക്ക് തള്ളി വരുന്ന ഹെർണിയ തിരിച്ചുള്ളോട്ടേക്ക് പോവാതിരിക്കുകയും ഇറഡിസിബിലിറ്റി എന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിലെത്തുമ്പോൾ ഹെർണിയക്കകത്തുള്ള കുടലിന് തടസ്സം വരികയും രോഗിക്ക് വേദന, വയറ് വീർക്കുക, ഛർദി, മലബന്ധം മുതലായ ലക്ഷണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് ചികിത്സ നേടിയില്ലെങ്കിൽ കുടലിലേക്കുള്ള രക്തയോട്ടത്തിന് തടസ്സം വരികയും കുടൽ തന്നെ കരിഞ്ഞു പോകുവാനും ഒരു സാധ്യതയുണ്ട്. ഇതിനെ സ്ട്രാങ്കുലേഷൻ അഥവാ ഗാംഗ്രീൻ എന്ന് പറയുന്നു. ഈ സ്ട്രാങ്കുലേറ്റഡ് അവസ്ഥയിലെത്തുന്ന രോഗിയെ എമർജൻസിയായി ഓപ്പറേഷന് വിധേയമാക്കേണ്ടി വരികയും ചിലപ്പോൾ ഓപ്പറേഷൻ സമയത്ത് കുടലിൻ്റെ കരിഞ്ഞുപോയ ഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ അണുബാധയുണ്ടാകുവാനും ചിലപ്പോഴൊക്കെ രോഗിയുടെ ജീവൻ പോലും അപകടത്തിലാവാനും സാധ്യതയുണ്ട്. കോംപ്ലിക്കേഷനുകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സർജറി തേടുന്നതാണ് ഏറ്റവും ഉചിതം. 2 രീതിയിലുള്ള സർജറികളുണ്ട്. 1 ഓപ്പൺ സർജറി, 2 താക്കോൽ ദ്വാരം അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി. ഈ 2 രീതിയിലും ഇപ്പോൾ മെഷ് അഥവാ വല ഉപയോഗിച്ചിട്ടാണ് സർജറി ചെയ്യാറ്. മെഷ് ഉപയോഗിച്ച് സർജറി ചെയ്യുമ്പോൾ ഹെർണിയ രണ്ടാമത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ 2 രീതികളിൽ ഏതാണ് കൂടുതൽ നല്ലതെന്ന് ചോദിച്ചാൽ അത് താക്കോൽ ദ്വാരം തന്നെയാണ്. കാരണം താക്കോൽ ദ്വാര സർജറിയിൽ വളരെ ചെറിയ മുറിവുകളെ ഉണ്ടാവുകയുള്ളൂ. സർജറിക്ക് ശേഷമുള്ള വേദനയും ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ദിവസങ്ങളുടെ എണ്ണവുമെല്ലാം ഓപ്പൺ സർജറിയേക്കാൾ വളരെ കുറവായിരിക്കും. എന്നാൽ താക്കോൽ ദ്വാര സർജറി ഓപ്പൺ സർജറിയേക്കാൾ ചിലവേറിയതാണ്. വളരെ വലിയ ഹെർണിയകളിലും ഇറഡിസിബിൾ അഥവാ സ്ട്രാങ്കുലേറ്റഡ് അവസ്ഥയിലുള്ള ഹെർണിയകളിലും ഓപ്പൺ സർജറി കൂടുതൽ നല്ലതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ഹെർണിയയ്ക്ക് സർജറി അല്ലാതെ മറ്റൊരു ചികിത്സയില്ല എന്നതാണ്. എപ്പോഴും കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ചികിത്സ നേടുന്നതാണ് ഏറ്റവും നല്ലത്. ഹെർണിയ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജിലെ ജനറൽ സർജൻ ഡോക്ടർ അക്ഷയ് വിശ്വനാഥ് UV.